ഇനി നിങ്ങൾക്ക് തരുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. അതിൽ പിന്നെ വലിയ ബാഗ് എന്ന് പറഞ്ഞാൽ ഈ ട്രോളിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഈ ട്രോളി. അപ്പോൾ അതിൽ നിങ്ങൾ വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു 6-7 സെറ്റ് ഡ്രസ്സ്, ഇപ്പം നിങ്ങൾ ഇട്ട പോലത്തെ ഡ്രസ്സ് ഉണ്ടല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനായിട്ട് ഇനി പുതിയത് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. സ്ത്രീകൾക്ക് പിന്നെ പർദ്ദ ശീലമില്ലാത്ത ആളുകൾ ചുരിദാറാണ് ഇട്ട് ശീലമില്ലെങ്കിൽ അത് ഇട്ടാൽ മതി. അവർക്ക് സൗകര്യം എന്താണോ അതാണ് ഇടേണ്ടത് കേട്ടോ. പിന്നെ ഇഹ്റാൻ ഡ്രസ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഒരു ജോഡിയാണ് നമ്മൾ തരിക. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി വാങ്ങാം. ഇത്ര കട്ടിയുള്ള വേണമെന്നില്ല. ഈ കോറത്തുണിയൊക്കെ ഈ കടയിൽ നിന്നൊക്കെ കിട്ടും, അതൊക്കെ വാങ്ങിയാലും മതി കേട്ടോ. ഓക്കെ. പിന്നെ ലുങ്കി, പുരുഷന്മാർക്ക് ലുങ്കി, പിന്നെ സ്ത്രീകൾക്ക് നൈറ്റ്, ഈ എന്താ പറയുക മാക്സിനൊക്കെ പറയില്ലേ അത്, അണ്ടർവെയർ, തോർത്തുമുണ്ട്, പിന്നെ 2 ജോഡി ചെരുപ്പ്. അപ്പോൾ ഷൂട്ട് ശീലിച്ചിട്ടുള്ള പുരുഷന്മാരുടെ കാര്യം പറഞ്ഞത്, അവരെന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഹ്റാമിൽ എന്തിടാൻ പാടില്ല, മടമ്പ് പറയുന്ന ഒന്നും ഇടാൻ പാടില്ലല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്യണം, ഒരു പിന്നെ സെറ്റ് പിന്നെ ഷൂട്ടിട്ടാണ് പിന്നെ എയർപോർട്ടിലേക്ക് വരുന്നെങ്കിൽ അവർ ഒരു ചെരുപ്പ് ചെറിയ ബാഗിലാണ് വെക്കേണ്ടത്. ചെരുപ്പിട്ട് വരാനാണ്. ഓക്കെ. പിന്നെ സോക്സ്, മക്ക ഉണ്ടാവും സ്ത്രീകൾക്ക്. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോഴൊക്കെ ഇതാണ് നിങ്ങൾ ഇടാവൂ. ഒന്നുകിൽ ഹജ്ജ് ഗ്രൂപ്പിന്റെ പിന്നെ ഇതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിന്റെ ഏതെങ്കിലും ആയിരിക്കും തരിക കേട്ടോ. അപ്പോൾ അത് എന്ത് ചെയ്യണം, വലിയ ബാഗിൽ ഒന്ന് വെക്കണം, ഒന്നുങ്ങളെ ചെറിയ ബാഗിലും വെക്കണം. പിന്നെ പേസ്റ്റ് വലിയ ബാഗിലാണ് വെക്കേണ്ടത് കേട്ടോ. കത്രിക, മുടി വെട്ടാനുള്ള, സ്ത്രീകൾക്ക് മുടി വെട്ടാനുള്ള ചെറിയ കത്രിക പിന്നെ വലിയ ബാഗിലാണ് വെക്കേണ്ടത്. കത്തി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ എന്തെങ്കിലും ആപ്പിളാ ഓറഞ്ചൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് ചിലപ്പോൾ കിട്ടിയെന്ന് വരും, അതൊക്കെ മുറിക്കാനൊക്കെയുള്ള ചെറിയ കത്തിയാണ് എടുക്കേണ്ടത് കേട്ടോ. പിന്നെ എണ്ണ തേക്കുന്ന ശീലമുള്ള ആളുകളുടെ എണ്ണ എടുക്കണം. പിന്നെ കട്ടി കുറഞ്ഞ ചെറിയ ബെഡ്ഷീറ്റ്, വളരെ ചെറിയൊരു ബെഡ്ഷീറ്റ്, ചിലപ്പോൾ നമുക്ക് മുസ്തലിഫയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി വന്നാൽ ചിലപ്പോൾ അറഫയിൽ അങ്ങനെ കിട്ടിയെന്ന് വരും. എന്നാൽ പോലും വേണമെങ്കിൽ ഒന്ന് എടുത്തോളൂ. വലിയ കട്ടിയുള്ള പുതപ്പൊന്നും കൊണ്ടുവരുത് കേട്ടോ. ചെറിയ വളരെ ഏറ്റവും ലഘുവായ എന്താ എടുക്കേണ്ടത്, പിന്നെ ബെഡ്ഷീറ്റാണ് എടുക്കേണ്ടത്. പിന്നെ നിങ്ങൾക്കൊരു കുട തരുന്നുണ്ട് നമ്മൾ. അത് ചിലപ്പോൾ ഇതേപോലത്തെ കുട നിങ്ങൾക്ക് അവിടെ നിന്നും കിട്ടും. ഈ കുടൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടയാളത്തിന് വേണ്ടിയിട്ടാണ് അത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. എന്നുവെച്ചാൽ ആരെങ്കിലും പിന്നെ കാണാതെ വഴിയേറ്റൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്ത് പിന്നെ കുട തുറന്നിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇതേ കുടമുള്ള ആളുകളെ നമ്മൾ അവിടെ വിട്ടിട്ട് കുടനെ പിടിക്കുന്ന പരിപാടി നമ്മൾ ചെയ്യാം കേട്ടോ. അപ്പോൾ കുട മറക്കരുത്. പിന്നെ അതേപോലെ തന്നെ മരുന്ന്, ഇതിന് നിങ്ങളാ ഗ്രൂപ്പിൽ നമ്മൾ മരുന്നിൻ്റെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ മരുന്ന് നിർബന്ധമായിട്ട് എല്ലാവരും വാങ്ങണം. നിങ്ങളെ പരിചയമുള്ള ഏതെങ്കിലും കടകളിൽ നിന്ന് ഞാൻ ഹജ്ജിന് പോവാണ്, ചിലപ്പോൾ ഉപയോഗിക്കും ചിലപ്പോൾ ഉപയോഗിച്ചില്ല എന്ന് വരും, അപ്പോൾ ഉപയോഗിച്ചില്ലെങ്കിൽ തിരിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, അത്തരം മരുന്നുകൾ വാങ്ങുക. ഇതിന് പുറമെ നിങ്ങൾ സ്ഥിരമായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ വേറെ വാങ്ങണം. ഈ മരുന്ന് മാത്രം പോരാ, നിങ്ങൾക്ക് സ്ഥിരമായിട്ട് മറ്റെന്തെങ്കിലും മരുന്നുകൾ കുടിക്കുന്നുണ്ടെങ്കിൽ അതും കൂടി വാങ്ങണം. അതും നിങ്ങൾ ഇവിടെ വെക്കേണ്ടത് വലിയ ബാഗിലാണ് വെക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഇതിന് പുറമെ പറയാനുള്ളത് ഇതിലില്ല, ഞാൻ എഴുതാൻ വിട്ടാണ്. പിന്നെ ഒരു വലിയ രോഗങ്ങളുള്ള ആളുകൾ, വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് രോഗങ്ങളൊക്കെ ഉള്ള ആളുകൾ, അവരുടെ ഒരു പിന്നെ മെഡിക്കൽ കേസ് ഷീറ്റ് ഡോക്ടറെ കൊണ്ട് നിലവിൽ നിങ്ങളുടെ ഒരു കണ്ടീഷൻ ഒന്ന് എഴുതി വാങ്ങുന്നത് നന്നായിരിക്കും. അത് നിങ്ങളെ ഹാൻഡ് ബാഗിലാണ് വെക്കേണ്ടത് കേട്ടോ. പിന്നെ അത് ഇതിലുണ്ട്, ചെറിയ ബാഗിൽ വെക്കേണ്ടതിലുണ്ട്. കത്രിക, എണ്ണ, കുട, മാസ്ക്, സഫർ മുസല്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ തിരക്കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഹർമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശം കിട്ടില്ല എന്ന് വരും ഏതെങ്കിലും സമയത്ത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ റൂട്ടുമേലൊക്കെ ഹർമിൻ്റെ നിസ്കാരം തന്നെ ചിലപ്പോൾ റൂട്ടുമേലോ മുറ്റത്തൊക്കെ നിസ്കരിക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്തൊക്കെ വീഴ്ച നമസ്കരിക്കാനൊക്കെ കട്ടി കുറഞ്ഞ സഫർ മുസല്ല കിട്ടും, 100 രൂപയ്ക്ക് നാട്ടിൽ നിന്ന് കൊടുത്താൽ. അപ്പോൾ അത് നിങ്ങൾ വാങ്ങി വലിയ ബാഗിൽ വെക്കണം. പിന്നെ 3 ഗ്ലാസ് വെള്ളം കൊള്ളുന്ന ചെറിയ ഫ്ലാസ്ക്, ചെറിയ സ്റ്റീലിൻ്റെ ഫ്ലാസ്ക് ഉണ്ടല്ലോ, ചെറുത്. വലിയ ആശുപത്രിക്ക് വന്നാൽ വലുതൊന്നും കൊണ്ടുവരുത്, ചെറുതാണ് കൊണ്ടുവരുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതാണ് ഇപ്പോൾ ട്രോളിയിൽ വെക്കേണ്ടത്. ഇനി ചെറിയ ബാഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് പിന്നെ കൊച്ചിയിൽ നിന്ന് പോകുന്ന ആളുകൾക്ക് സൗദി എയർലൈൻസ് ആണ്, അതിൻ്റെ കുറച്ച് കിലോ അധികം കൂടുതലുണ്ടായിരിക്കും. പക്ഷേ കോഴിക്കോട് നിന്ന് പോകുന്ന ആളുകൾ ഇതിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവർക്ക് അത്ര കിലോ ഉണ്ടാവില്ല, ഒരു 25-30 കിലോ ആണ് പോകുമ്പോൾ ഉണ്ടാവുക, വരുമ്പോൾ 25 കിലോ വലിയ ബാഗിൽ. അപ്പോൾ വരുമ്പോൾ പിന്നെ 5 ലിറ്റർ സംസാരിക്കും ഉണ്ടാവുക. ഇതിൽ 7 കിലോ ഉണ്ട്. കോഴിക്കോട് നിന്ന് കൊച്ചിയിൽ നിന്ന് പോകുന്ന ആളുകളൊക്കെ 7 കിലോ ആണ് സാധാരണ ഉണ്ടാവുക. ഇതിൽ വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ
ഈറാൻ ഡ്രസ്സ് നമ്മൾ എയർപോർട്ടിൽ നിന്ന് മാറ്റിനോണ്ട് ഈറാൻ ഡ്രസ്സ് നിർബന്ധമായിട്ടും ഇതിൽ വെക്കണം. പിന്നെ മഫ്ത ഒരു മക്കന ഇത് വെക്കണം. 2 ദിവസത്തേക്കുള്ള മരുന്ന്, സ്ഥിരമായിട്ട് നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ മരുന്ന് ഏതെങ്കിലും 2 ദിവസത്തേക്കുള്ള എന്ത് ചെയ്യുക ഇതിൽ വെക്കുക. പിന്നെ ഒരു ഫോട്ടോ കയ്യിൽ ഇതിൽ വെക്കണം. പിന്നെ ഖുർആൻ മുസാഫ് അറബിയിൽ ഉണ്ടായിരിക്കും. അത് പിന്നെ അറബിൽ നിങ്ങൾ ഉപയോഗിക്കാം. അതല്ല പിന്നെ എന്താ പറയുക എയർപോർട്ടിൽ നിന്ന് ഓതാനോ മറ്റൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഖുർആൻ, ചെറിയ ഖുർആനൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് ഓതുന്ന ഖുർആൻ കൊണ്ടുവരിക. ചില ആളുകൾക്ക് അവരെ മുസാഫിൽ ഓതിയാലേ ഒത്തു വരുള്ളൂ. കണ്ടാൽ ഈ എന്താ പറയുക തിരുവനങ്ങാടി ലിപിയിലൊക്കെ പൊന്നാനി ലിപിയിലൊക്കെ ഓതിയ ആളുകളുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് അത് എടുക്കാം. അല്ലെങ്കിൽ മൊബൈൽ ഓതാനെ അങ്ങനെ ഓതാം. വേണമെങ്കിൽ ഖുർആൻ എടുക്കാം. ഇപ്പം ഈ മെഡിക്കൽ കേസ് ഷീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ മെഡിക്കൽ കേസ് ഷീറ്റ് എല്ലാവരും കൂടി എടുക്കണ്ട. വലിയ പ്രയാസമുള്ള രോഗങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കില്ലാന്ന് വിചാരിച്ചിട്ടാണ് ഇതിലൊക്കെ ചേർത്തിട്ടുള്ളത്. പിന്നെ എഴുതാനുള്ള നോട്ട്ബുക്ക്, നമുക്ക് ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും, പിന്നെ സിയാറകൾ ഉണ്ടാവും. ആ സമയത്തൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടി നോട്ട്ബുക്ക് എടുക്കാം. അതിന് പാൻ എടുക്കാം. പിന്നെ റിയാൽ, നേരത്തെ റഫീഖ് സാഹിബ് പറഞ്ഞു റിയാൽ ഇത് 800 എഴുതിയുള്ളത്. അത് 1000 ആവാം, 2000 ആവാം, 3000 ആവാം. കണ്ടവാനം കൊണ്ടുവരുത്, 10-27 റിയാലൊന്നും കൊണ്ടുവരുത് കേട്ടോ. പിന്നെ ഇന്ത്യൻ രൂപ 3000 രൂപ. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയർപോർട്ടിൽ നിങ്ങൾ അല്ലെങ്കിൽ ചായ കുടിക്കണമെങ്കിൽ തോന്നിയാൽ, ഇപ്പോൾ സൗദിക്ക് പോകില്ല, ഇപ്പം എന്തിനാ വലിയ പിന്നെ ഇന്ത്യൻ പൈസ കൊണ്ടുപോകണമെന്ന് വെച്ചിട്ട് എല്ലാ ഒരു പൈസ എടുക്കാതെ പോന്നാൽ എയർപോർട്ടിൽ നിന്നൊക്കെ കോഴിക്കോട് അല്ല കൊച്ചി എയർപോർട്ടിൽ നിന്ന് പിന്നെ ചായ കുടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കടം വാങ്ങണ്ടേ. ബ്രഷ് നിങ്ങൾ ഹാൻഡ് ബാഗിലാണ് വെക്കേണ്ടത്. പല്ലേക്കണ ബ്രഷ് ഇതിലാണ് വെക്കേണ്ടത്. പേസ്റ്റ് വലിയ ബാഗിലാണ് വെക്കേണ്ടത് കേട്ടോ. അതായത് ലിക്വിഡ് ഐറ്റം, ഓയിൻമെന്റ്, പേസ്റ്റ്, എണ്ണ പോലുള്ള കാര്യങ്ങളൊക്കെ വലിയ ബാഗിലാണ് വെക്കേണ്ടത്. ബ്രഷ് ഇതിലാണ് വെക്കേണ്ടത് കേട്ടോ. പിന്നെ കണ്ണട സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ട് കണ്ണട കൊണ്ടുവരണം. മാത്രമല്ല ചിലപ്പോൾ അത് 1 മാസത്തേക്കല്ല അവിടെ ഇവിടെയൊക്കെ വെച്ച് മറക്കാൻ സാധ്യത സ്പെയർ കണ്ണടയും കൂടി, വില കുറഞ്ഞ കണ്ണടയും കൂടി എടുക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇതിനൊരു വള്ളി എന്താ പറയുക ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടും തോന്നുന്നു, കണ്ണട വീടിലൊക്കെ ഉണ്ടാവും. അത് വാങ്ങി വെച്ചാലും കുഴപ്പമില്ല. പിന്നെ മൊബൈലിൻ്റെ ചാർജർ, മാസ്കുകൾ കുറച്ച് വാങ്ങി കയ്യിൽ വെക്കണം. വെള്ള ബെൽറ്റ് പുരുഷന്മാർക്ക്, അതായത് അത് നമ്മൾ തരുന്നില്ല. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വെള്ള ബെൽറ്റ് വാങ്ങും. മൊബൈലൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് വെള്ള ബെൽറ്റ് വാങ്ങാവുന്നതാണ്. അല്ലെങ്കിൽ ഇനി അതല്ല പിന്നെ നിങ്ങൾ സാധാരണ ഇടുന്ന ബെൽറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇന്റർനാഷണൽ ട്രാവൽ അഡാപ്റ്റർ എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്ത് ഇതേപോലെ തന്നെ റൗണ്ട് ആയിരിക്കും ഈ പ്ലഗ് കുത്തിനോടത്ത്, നമ്മൾ ചാർജർ കുത്തിനോടത്ത്, ചിലയിടത്ത് സ്ക്വയർ ആയിരിക്കും. അപ്പോൾ അതിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇന്റർനാഷണൽ അഡാപ്റ്റർ വാങ്ങണം. അതൊക്കെ 100 രൂപ കൊടുത്താൽ നാട്ടിൽ നിന്ന് കിട്ടും. പിന്നെ കൂളിംഗ് ഗ്ലാസ്, ചിലപ്പോൾ നല്ല വെയിലായിരിക്കും, കണ്ണുക്ക് അടിക്കുന്ന നല്ല കുത്തുന്ന വെയിലുണ്ടായിരിക്കും, കണ്ണിനെ പെട്ടെന്ന് വെയിൽ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു കൂളിംഗ് ഗ്ലാസ് നല്ലതാണ്. പിന്നെ മരുന്നിൻ്റെ ലിസ്റ്റ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് പിന്നെ നിങ്ങൾക്ക് കൊണ്ടുവരേണ്ട കാര്യങ്ങൾ. ഇതെന്തിനാന്ന് വെച്ചാൽ ഇത് ചെരുപ്പിടാനുള്ള കിറ്റാണ്. ഇതിലാണ് ഈ കൊടയൊക്കെ വെക്കേണ്ടത് കേട്ടോ. ഇത് ചെറുതായിട്ട് പിന്നെ എന്താ പറയുക അതിന് മാത്രമായിട്ട് ഇത് ഉപയോഗിക്കാം. ഹറമിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇത് കൊണ്ടുപോയാൽ മതി, വലിയ ബാഗ് കൊണ്ടുപോകേണ്ടതില്ല. ഓക്കെ, ഇനി പിന്നെ മെഡിക്കൽ ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്, ഇത് ഗവൺമെൻറ് സ്ഥലത്ത് തന്നെ മാത്രമേ ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ട്. ഏതായാലും എൻ്റെ പുതിയ വിശദീകരണങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പിന്നെ അഥവാ എല്ലാ പരിശോധനകളും സർക്കാർ ആശുപത്രികളിലും സർക്കാർ ലാബുകളിലും മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് വന്നിട്ട് ഇന്നിപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഏതായാലും അതിൻ്റെ ഡീറ്റെയിൽ തരാം. അപ്പോൾ പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ റഫീസെ പറഞ്ഞ പോലെ തന്നെ താലൂക്ക് ഓഫീസുകളിൽ നിന്ന് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് എന്ത് ചെയ്യാം, ഇതിലെ പിന്നെ വാക്സിനേഷൻ ഉണ്ട്. ഗൾഫിലുള്ള ആളുകൾ അവിടെ നിന്നുള്ള വാക്സിനാണ് ചെയ്യേണ്ടത്. അല്ലാത്ത ആളുകൾ ഇവിടെ നാട്ടിലുള്ള ആളുകൾ പിന്നെ ഇതിൽ വാക്സിന് പറയണം. അതൊക്കെ എന്ന് വെച്ചാൽ മെനിഞ്ചൈറ്റിസ് വേണം, പിന്നെ ഓറൽ പോളിയോ, സീസണൽ ഇൻഫ്ലുവൻസ വാക്സിൻ, ഇത്രയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് അവർ ചെയ്തു തരും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ അതൊക്കെ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, ഡോക്ടറെ കൊണ്ട് ഇതിൽ ഒപ്പിടിക്കേണ്ട ഭാഗമുണ്ട്. അവിടെ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, 8ാമത്തെ പേജിൽ പിന്നെ ആ സീൽ അവർ വെച്ചിട്ടുണ്ട്, അവർ ഒപ്പിട്ടിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. പിന്നെ ഇതിൽ പിന്നെ എന്താ പറയുക ടിക്കറ്റിൻ്റെ കുറേ സ്ഥലങ്ങളുണ്ട്, യെസ് നോ ചോദിച്ച സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകളൊക്കെ നോൺ ഇടണ്ട, ശ്രദ്ധിക്കണം കേട്ടോ. എന്തെങ്കിലും യെസ് ഉണ്ടെങ്കിൽ ആളുകൾ മാത്രം അത് കൺസൾട്ട് ചെയ്ത് മാത്രം യെസ് ഇടുക. ഓക്കെ, മറ്റേ ആ യെസ്സിന് നിങ്ങൾ വിശദീകരണം കൊടുക്കേണ്ടി വരും. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. പിന്നെ ഒപ്പിടേണ്ട സ്ഥലങ്ങളിലൊക്കെ 8ാമത്തെ പേജിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നെ നിങ്ങൾ ഒപ്പിടേണ്ടതുണ്ട്, അതാണ് അതിലുള്ളത്. പിന്നെ ട്രെയിനിങ് ക്യാമ്പ് 10ാമത്തെ പേജിൽ ട്രെയിനിങ് ക്യാമ്പിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ട്രെയിനിങ് ക്യാമ്പ് കേട്ടോ. അപ്പോൾ അതിനെ പറ്റിയിട്ട് അതിൽ ഡേറ്റും സ്ഥലവും
ട്രെയിനിങ് കണ്ടക്റ്റഡ് ബൈ കേരള ഹജ്ജ് ഗ്രൂപ്പ് എന്ന് എഴുതണമെന്നില്ല. എന്ത് ചെയ്താൽ മതി, പിന്നെ നിങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആമിനാണ് ആമിന, എംസായിദാണ് എംസായിദ്, അക്കീലാണെങ്കിൽ അക്കീൽ, ഹിറാണെങ്കിൽ ഹിറ, ഏതാച്ചാൽ അത് എഴുതിയാൽ മതി കേട്ടോ. പിന്നെ കോവിഡ് വാക്സിൻ, ഇപ്പൊ 9ാമത്തെ പേജ് തന്നെ കോവിഡ് വാക്സിനെ പറ്റി പറയുന്നത്. കോവിഡ് വാക്സിൻ ചെയ്തിരിക്കണം പോകുന്ന ആളുകൾ. അപ്പൊ അതെങ്ങനെ കിട്ടി, വാക്സിന്റെ പേപ്പറൊക്കെ ഇവിടുന്ന് കിട്ടാന്ന് വെച്ചാൽ ആ ഡോസിന്റെ പിന്നെ ഡേറ്റും ഒക്കെ ഇങ്ങ് വേണം. അപ്പോ പിന്നെ എന്ത് ചെയ്യാന്, അപ്പൊ കോവിൻ എന്ന് പറഞ്ഞ പിന്നെ സൈറ്റ് ഉണ്ടല്ലോ, കോവിൻ മുമ്പൊക്കെ നമ്മൾ എടുത്തിരുന്ന സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തിരുന്നു, ആ ഗ്രൂപ്പിൽ ഇൻഷാല്ല ഞാൻ ഇന്ന് ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്നത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്ന് വെച്ചാൽ ആ കോവിനുള്ള സൈറ്റിൽ കൊടുത്ത് അതിൽ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് അതിന്റെ വലതുഭാഗത്ത് കാണും. അവിടെ പിന്നെ ടച്ച് ചെയ്താൽ പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, അന്ന് കോവിഡ് വാക്സിൻ അടിക്കുന്ന നേരത്ത് നിങ്ങളൊരു മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ആ മൊബൈൽ നമ്പർ കൊടുത്താൽ അതിലേക്ക് ഒരു OTP വരും. ആ OTP ടൈപ്പ് ചെയ്താൽ അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ കോവിഡ് വാക്സിൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് കയ്യിൽ വെക്കും വേണം. കൂടാതെ അതിൻ്റെ ഡേറ്റുകൾ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ എഴുതും വേണം കേട്ടോ. അതൊക്കെ ഡോക്ടർ സൈൻ ചെയ്തതിൻ്റെ കാര്യങ്ങളാണ്. അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓരോ നിയമങ്ങൾ ഇവർ പുതുതായിട്ട് ഉണ്ടാക്കിയാണ്. ഇത് നമ്മൾ ഹജ്ജ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതല്ല. പക്ഷെ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റില്ല, വയലേറ്റ് ചെയ്യാൻ പറ്റില്ല, നിർബന്ധമായിട്ട് നമ്മൾ പാലിക്കേണ്ടതാണ്.